എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ അബിൻ അദാഷൻ. സോ ഇതെൻ്റെ സ്വന്തം ആരതിപ്പൊടി. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ട് അസർബൈജാനിലാണ്. നമ്മുടെ ഹണിമൂണിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അസർബൈജാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജീനയുടെ അടുത്തും മാത്യുയുടെ അടുത്തും അവർ ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിൻ്റെ ഓണേഴ്സാണ്. സോ അപ്പം അവരുടെ അടുത്ത് ഞാൻ പൊടിക്ക് മഞ്ഞ് കാണണം അല്ലെങ്കിൽ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് നമുക്ക് അസർബൈജാൻ സജസ്റ്റ് ചെയ്തത്. സോ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. കാരണം ഞാൻ ജീനയുടെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, ട്രാവൽ, അക്കോമഡേഷൻ, പിന്നെ ഡെസ്റ്റിനേഷൻ ഒന്നും എന്ത് ചെയ്യരുത്, ഒന്നും പറയരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യും, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കും. സോ ഒരു എക്സ്പെക്റ്റേഷൻ കാണും. സോ ഇതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്തു. ഫുഡാണെങ്കിലും ട്രാവലാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു. എസ്പെഷ്യലി അവരുടെ സ്റ്റാഫായിട്ടുള്ള കോർഡിനേറ്റർ അനുപമ നല്ല രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്തു. ആൻഡ് ഇവിടെയുള്ള ഗൈഡ് ആണെങ്കിലും എല്ലാ രീതിയിലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. മഞ്ഞ് കാണാൻ പറ്റി, എന്താ പറയുക, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങളിപ്പം എന്താ പറയുക തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. സോ ഈ വരുന്ന മാർച്ച് 15 നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള സിംഗപ്പൂർ നമ്മൾ പോവുകയാണ്. സോ അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. പിന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസ്, ഒരുപാട് ലൈക്സ്, ഒരുപാട് പേരുടെ കമൻറ്റ്സ്, സ്നേഹം എല്ലാം നമ്മൾ കാണുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.